ഇസ്ലാം മതവിശ്വാസികൾ സംരക്ഷിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രം. അതെ, അങ്ങനെ ഒന്നുണ്ട്. ഇന്തോനേഷ്യയിലെ പ്രംബാനൻ ക്ഷേത്രം. പ്രാദേശികമായി കാൻസി പ്രംബാനൻ അല്ലെങ്കിൽ റോറോ ജോങ്ഗ്രാങ് ക്ഷേത്രം എന്നറിയപ്പെടുന്ന പ്രംബാനൻ ക്ഷേത്രം ഇന്തോനേഷ്യയിലെ ഏറ്റവും വലുതും അതിശയകരവുമായ ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ്. മധ്യജാവയിലെ യോഗകർത്തയിൽ നിന്ന് വെറും 17 കിലോമീറ്റർ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ യുനെസ്കോ ലോക പൈതൃക സ്ഥലം പുരാതന ജാവയുടെ സമ്പന്നമായ ഹിന്ദു പൈതൃകത്തിന്റെ മഹത്തായ സാക്ഷ്യമായി നിലകൊള്ളുന്നു. മാതാരം രാജ്യത്തിലെ രാജാവ് റക്കായ് പിഖാത്തിന്റെ ഭരണകാലത്ത് 9ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രംബാനൻ ക്ഷേത്രം ഹിന്ദു ത്രിമൂർത്തികളെ ബഹുമാനിക്കാനായി നിർമ്മിച്ചതാണ്. ബുദ്ധമതാധിപത്യ കാലഘട്ടത്തിന് ശേഷം ജാവയെ ഹിന്ദു ശക്തിയുടെ തിരിച്ചുവരവിന്റെ പ്രതീകമായാണ് ഈ വലിയ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചത്. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് ശിവഗ്രഹ എന്നായിരുന്നു, അതായത് ശിവന്റെ ഭവനം. AD 850 രാജാവ് റക്കായ് പിക്കാത്തിന്റെ കീഴിൽ നിർമ്മാണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ, പ്രത്യേകിച്ച് രാജാവ് ലോക്പാൽ, ബാലിംഗ്തുങ് മഹാസാംബു എന്നിവർ ഇത് വികസിപ്പിച്ചു. ചരിത്ര ലിഖിതങ്ങൾ അനുസരിച്ച് പ്രധാന ശിവക്ഷേത്രം AD 856 നവംബർ 12 ഉദ്ഘാടനം ചെയ്തു. തുടക്കത്തിൽ ക്ഷേത്ര സമുച്ചയത്തെ 240 ക്ഷേത്ര ഘടനകൾ ഉണ്ടായിരുന്നു. ഇത് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും മഹത്തായ ഹിന്ദു വാസ്തുവിദ്യാ നേട്ടങ്ങളിൽ ഒന്നായി മാറി. പ്രംബാനന്റെ ഹൃദയഭാഗത്ത് ഹിന്ദു ത്രിമൂർത്തികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന 3 മനോഹരമായ ക്ഷേത്രങ്ങളുണ്ട്. അതിലെ പ്രധാന ക്ഷേത്രം ശിവക്ഷേത്രമാണ്. 47 മീറ്റർ ഉയരത്തിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ശിവക്ഷേത്രം സമുച്ചയത്തിലെ ഏറ്റവും വലുതും ക്ഷേത്ര കോംപ്ലക്സിലെ കേന്ദ്രവുമായ ക്ഷേത്രമാണ്. അകത്ത് നിങ്ങൾക്ക് 4 അറകൾ കാണാം. ഓരോന്നും ഓരോ പ്രധാന ദിശയിലേക്ക് അഭിമുഖീകരിക്കുന്നു. കിഴക്കൻ അറയിൽ ശിവന്റെ പ്രതിമയുണ്ട്. മറ്റു അറകളിൽ ദുർഗാദേവി വടക്ക്, ഗണേശൻ പടിഞ്ഞാറ്, അഗസ്ത്യമുനി തെക്ക് എന്നിവരുടെ പ്രതിമകളുമുണ്ട്. രാമായണ ഇതിഹാസത്തിലെ കഥകൾ ചിത്രീകരിക്കുന്ന മനോഹര ബേസ് റിലീഫുകൾ കൊണ്ട് ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് ബ്രഹ്മക്ഷേത്രമാണ്. സൃഷ്ടാവായ ബ്രഹ്മാവിനെ സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് ഏകദേശം 33 മീറ്റർ ഉയരമുണ്ട്. ക്ഷേത്രത്തിൽ 4 മുഖങ്ങളുള്ള ബ്രഹ്മാവിന്റെ പ്രതിമയുണ്ട്. ഓരോ മുഖവും 4 പ്രധാന ദിശകളെയും 4 വേദങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ കാരണം കൊണ്ട് ഇത് പ്രത്യേകിച്ചും സവിശേഷമാകുന്നു. മൂന്നാമത്തേത് വിഷ്ണു ക്ഷേത്രമാണ്. 33 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാമത്തെ പ്രധാന ക്ഷേത്രം സംരക്ഷകനായ വിഷ്ണുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം ഹിന്ദു ത്രയത്വത്തിന്റെ പ്രാധാന്യം പൂർത്തിയാക്കുകയും പുരാതന ജാവനീസ് നിർമ്മാതാക്കൾ ഹിന്ദു പ്രപഞ്ചശാസ്ത്രത്തെക്കുറിച്ചുള്ള സങ്കീർണമായ ധാരണ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. വാസ്തുശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത ഹിന്ദു ക്ഷേത്ര രൂപകൽപ്പനയാണ് പ്രംബാനൻ വാസ്തുവിദ്യ പിന്തുടരുന്നത്. ഹിന്ദു പ്രപഞ്ചശാസ്ത്രത്തിൽ ഹിന്ദു ദൈവങ്ങളുടെ വാസസ്ഥലമായി വർത്തിക്കുന്ന പുണ്യപർവ്വതമായ മേരു പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്നതിനാണ് ക്ഷേത്ര സമുച്ചയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുഴുവൻ സമുച്ചയവും 3 തലങ്ങളുള്ള ഒരു കോസ്മിക് ശ്രേണി പിന്തുടരുന്നു. ഭൂർലോക, ഏറ്റവും താഴ്ന്ന മണ്ഡലം, പുറത്തെ മുറ്റവും ക്ഷേത്ര അടിത്തറയും ഇതിൽ ഉൾപ്പെടുന്നു. ഭുവർലോക, മധ്യമണ്ഡലം, മധ്യമുറ്റവും ക്ഷേത്രത്തിന്റെ ഘടനയുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്.
സൊർലോക, ഏറ്റവും ഉയർന്ന മണ്ഡലം, അകത്തെ മുറ്റവും ക്ഷേത്രമേൽക്കുഴയും ഇതിൽ ഉൾപ്പെടുന്നു. പുരാതന ജാപ്പനീസ് കരകൗശല വിദഗ്ധരുടെ ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ആധുനിക സാങ്കേതികവിദ്യ ഇല്ലാതെ വിദഗ്ധമായി കൊത്തിയെടുത്തതും കൂട്ടിച്ചേർത്തതുമായ കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ചാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 3 പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ പ്രംബാനിനിൽ ആദ്യം കാൻഡി പെർവാര അല്ലെങ്കിൽ പെർവാര ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന 224 ചെറിയ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. പ്രധാന ക്ഷേത്രങ്ങൾക്ക് ചുറ്റും 4 കേന്ദ്രീകൃത വരികളിലായാണ് ഈ ചെറിയ ആരാധനാലയങ്ങൾ ക്രമീകരിച്ചിരുന്നത്. മിക്കതും ഇപ്പോൾ അവശിഷ്ടങ്ങളാണെങ്കിലും ഒരു കാലത്ത് പുരോഹിതന്മാർക്കുള്ള ധ്യാന സ്ഥലങ്ങളായും ഭക്തർക്കുള്ള ആരാധനാലയങ്ങളായും അവ പ്രവർത്തിച്ചിരുന്നു. പ്രംബാനന്റെ ചരിത്രത്തിൽ മഹത്വത്തിന്റെയും അവഗണനയുടെയും കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. 10ാം നൂറ്റാണ്ടിൽ മാതാരം രാജ്യം കിഴക്കൻ ജാവയിലേക്ക് മാറിയപ്പോൾ ക്ഷേത്ര സമുച്ചയം ഉപേക്ഷിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, പ്രകൃതി നശീകരണം എന്നിവയിൽ നിന്ന് ക്ഷേത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നൂറ്റാണ്ടുകളായി മറന്നുപോയ ഈ ക്ഷേത്രം 1733 വീണ്ടും കണ്ടെത്തി. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഡച്ച് കൊളോണിയൽ സർക്കാർ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. യുനെസ്കോയുടെ സഹായത്തോടെ ഇന്തോനേഷ്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇത് തുടർന്നു. 2006 സെൻട്രൽ ജാവ ഭൂകമ്പത്തിലാണ് ഏറ്റവും പുതിയ വലിയ നാശനഷ്ടം സംഭവിച്ചത്. ഇത് നിരവധി ക്ഷേത്രങ്ങൾക്ക് ഘടനാപരമായ നാശനഷ്ടങ്ങൾ വരുത്തി. എന്നിരുന്നാലും വിപുലമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ സമുച്ചയം സന്ദർശകർക്ക് പൂർണ്ണമായും പ്രവേശിക്കാൻ കഴിയും. പ്രംബാനൻ ക്ഷേത്രം സംരക്ഷിക്കുന്നതിലും പുനരുദ്ധീകരിക്കുന്നതിലും ഇന്തോനേഷ്യയിലെ മുസ്ലിം ജനത ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് സാർവത്രിക സ്നേഹം, കാരുണ്യം, സാംസ്കാരിക സഹിഷ്ണുത എന്നിവയുടെ പ്രാധാന്യം നൽകുന്ന ഇസ്ലാമിന്റെ ആത്മാവിനെ പ്രകടമാക്കുന്നു. ഇസ്ലാമിക വികസനത്തിനിടയിൽ പുരാതന മതകേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ട മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജാവയിലെ മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യ നൂറ്റാണ്ടുകളായി ഈ ഹിന്ദു പൈതൃകത്തെ സജീവമായി സംരക്ഷിച്ചു. ഒരു വിഭാഗീയ വീക്ഷണകോണിലൂടെ കാണുന്നതിനു പകരം ഇന്തോനേഷ്യയുടെ പങ്കിട്ട ദേശീയ നിധിയുടെ ഭാഗമായി ഇതിനെ കണക്കാക്കി. 2022 ഇന്തോനേഷ്യയുടെ മതകാര്യമന്ത്രി യാക്കൂദ് ചോലിൽ കൗമാസ് ഒരു സഹസ്രാബ്ദത്തിലേറെ കാലത്തിന് ശേഷം പ്രംബാനൻ ക്ഷേത്രത്തിൽ ഹിന്ദു ആരാധന ഔദ്യോഗികമായി പുനഃസ്ഥാപിച്ചപ്പോൾ ഈ സംരക്ഷണ സമീപനം പരിസമാപ്തിയിലെത്തി. ഹിന്ദു ആരാധനയ്ക്ക് സൗകര്യമൊരുക്കുന്നത് വെറും ഒരു ജോലിയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മതപരമായ കടമയുടെ പൂർത്തീകരണവും എല്ലാ വിശ്വാസങ്ങളെ സേവിക്കാനുള്ള പോരാട്ടവുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മുസ്ലിം രക്ഷാകർത്തത്തിനു കീഴിലുള്ള ക്ഷേത്രത്തിന്റെ മികച്ച അവസ്ഥ ഇന്തോനേഷ്യയുടെ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും തെളിയിക്കുന്നു. ഇസ്ലാമിക പൂർവ്വ പൈതൃക കേന്ദ്രങ്ങൾ ചുറ്റുമുള്ള മുസ്ലിം സമൂഹങ്ങൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. മതപരമായ സഹവർത്തിത്വത്തിന്റെ ഈ ശ്രദ്ധേയമായ ഉദാഹരണം ഇന്തോനേഷ്യൻ മുസ്ലിമുകൾ തങ്ങളുടെ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരികവും ആത്മാവുമായ പൈതൃകത്തിന്റെ സംരക്ഷകരായി സ്വയം എങ്ങനെ കാണുന്നുവെന്നും എല്ലാ വിശ്വാസികളെയും പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നത് മനുഷ്യരാശിക്കുള്ള ആരാധനയുടെയും സേവനത്തിൻ്റെയും ഒരു രൂപമാണെന്ന തത്വം ഉൾക്കൊള്ളുന്നുവെന്നും കാണിക്കുന്നു. നിങ്ങളുടെ ഇന്തോനേഷ്യൻ യാത്രയെ ഇവിടെ സന്ദർശിക്കാൻ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായകമായ ചില കാര്യങ്ങൾ കൂടി പറയാം. പ്രംബാനൻ ക്ഷേത്രം ദിവസവും രാവിലെ 6:30 മുതൽ വൈകുന്നേരം 5 മണി വരെ തുറന്നിരിക്കും. അവസാന പ്രവേശനം വൈകുന്നേരം 4:30 അന്താരാഷ്ട്ര സന്ദർശകർക്ക് പ്രവേശന ടിക്കറ്റ് ഏകദേശം 4 ലക്ഷം ഇന്തോനേഷ്യൻ രൂപയാണ്.
ഇത് കേട്ട് പേടിക്കണ്ട, ഇന്ത്യൻ രൂപയിൽ ഇത് കണക്കാക്കുമ്പോൾ ഏകദേശം 2000 രൂപ ചെലവാകും. ഇന്തോനേഷ്യൻ പൗരന്മാർക്ക് ഏകദേശം 50,000 ഇന്തോനേഷ്യൻ റുപ്യ എന്ന നിരക്കിൽ വളരെ കുറവാണ് നൽകുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കിഴിവ് നിരക്കുകൾ ലഭിക്കും. ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്ന് ട്രെയിൻ മാർഗമോ വിമാനമാർഗമോ യോഗാകാർത്തയിൽ എത്തിച്ചേരാം. യോഗാകാർത്തയിൽ നിന്ന് പ്രംബാനിലേക്ക് എത്തിച്ചേരാൻ നിരവധി ഗതാഗത ഓപ്ഷനുകളുണ്ട്. ബസ്സിലാണെങ്കിൽ മാരിയോ ബോറോ സ്ട്രീറ്റിൽ നിന്ന് നേരിട്ട് പ്രംബാനിലേക്ക് ട്രാൻസ് ജോർജ് ബസ് ലൈൻ 1A എടുക്കുക. യാത്രയ്ക്ക് ഏകദേശം 1 മണിക്കൂർ എടുക്കും. 4000 ഇന്തോനേഷ്യൻ റുപ്യ, ഏകദേശം 25 ഇന്ത്യൻ രൂപ മാത്രമേ ഇതിന് ചിലവാകൂ. ബസ് എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളതും ക്ഷേത്ര കവാടത്തിന് എതിർവശത്ത് നിർത്തുന്നതുമാണ്. മറ്റൊന്ന് ട്രെയിൻ മാർഗമാണ്. യോഗ്യകർത്ത ലംബ്യൂങ്കൻ സ്റ്റേഷനിൽ നിന്ന് പ്രംബാനൻ സ്റ്റേഷനിലേക്ക് പ്രംബാനൻ എക്സ്പ്രസ് ട്രെയിൻ ഓടുന്നു. വെറും 22 മിനിറ്റ് മാത്രം സമയമുണ്ട് ഇവിടെ എത്താം. അതുമല്ലെങ്കിൽ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ കാർ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗൈഡഡ് ടൂറിൽ ചേരുക എന്നിവ ട്രാഫിക്കിനെ ആശ്രയിച്ച് 30 മുതൽ 40 മിനിറ്റ് എടുക്കും. അതുപോലെ പല ഹോട്ടലുകളുടെ സഹായത്തോടെയും യാത്ര ക്രമീകരിക്കാം. ബോറോ ബുദ്ധർ പോലെയുള്ള ആകർഷകങ്ങളുമായി പ്രംബാനിനെ സംയോജിപ്പിക്കുന്ന ടൂറുകൾ ചില ഹോട്ടലുകൾ അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റർമാരുടെ സഹായത്തോടെ ബുക്ക് ചെയ്യാം. ക്ഷേത്ര സമുച്ചയം പരിവേഷണം ചെയ്യാൻ കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂറെങ്കിലും ചിലവഴിക്കാൻ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ചുറ്റി നടക്കാനും പ്രധാന അറകളിൽ പ്രവേശിക്കാനും സങ്കീർണമായ കല്ല് കൊത്തുപണികളും റിലീഫുകളും ആസ്വദിക്കാനും കഴിയും. പ്രവേശന കവാടത്തിനടുത്തായി ഒരു ചെറിയ മ്യൂസിയം, സുവനീർ ഷോപ്പുകൾ, ഭക്ഷണ സ്റ്റാളുകൾ എന്നിവ സൈറ്റിലുണ്ട്. ക്ഷേത്രത്തിന്റെ ചരിത്രത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ 1,50,000 ഇന്തോനേഷ്യൻ റുപ്യ അല്ലെങ്കിൽ ഏകദേശം 800 ഇന്ത്യൻ രൂപയ്ക്ക് ഒരു പ്രാദേശിക ഗൈഡിന്റെ സഹായം എടുക്കുന്നത് പരിഗണിക്കുക. ഗൈഡുകൾക്ക് റിലീഫുകൾക്ക് പിന്നിലെ വിശദമായ കഥകൾ വിശദീകരിക്കാനും മികച്ച ഫോട്ടോഗ്രാഫുകൾക്കായി പ്രത്യേക കാഴ്ചാ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും കഴിയും. കൂടാതെ ചില അവിസ്മരണീയ കാഴ്ചകൾ കൂടി ഇവിടെ നിന്ന് അനുഭവിക്കാൻ കഴിയും. പ്രംബാനിലെ ഏറ്റവും മാന്ത്രിക അനുഭവങ്ങളിൽ ഒന്ന് രാമായണ ബാലെ പ്രകടനത്തിൽ പങ്കെടുക്കുക എന്നതാണ്. ഈ പരമ്പരാഗത ജാവനീസ് നൃത്ത നാടകം ഹിന്ദു ഇതിഹാസമായ രാമായണത്തെ ആവിഷ്കൃത നൃത്തം, സംഗീതം, വർണ്ണാഭമായ വസ്ത്രങ്ങൾ എന്നിവയിലൂടെ ജീവസുറ്റതാക്കുന്നു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 മുതൽ രാത്രി 9:30 വരെ പ്രകടനങ്ങൾ നടക്കുന്നു. മെയ് മുതൽ ഒക്ടോബർ വരെ പ്രകാശപൂരിതമായ പ്രംബാനൻ ക്ഷേത്രങ്ങളുള്ള ഔട്ട്ഡോർ ആംഫി തിയേറ്ററിൽ പ്രകടനങ്ങൾ നടക്കുന്നു. മഴക്കാലത്ത്, അതായത് നവംബർ മുതൽ ഏപ്രിൽ വരെ, ഷോകൾ ഇൻഡോർ ത്രിമൂർത്തി തിയേറ്ററിലേക്ക് മാറുന്നു. സ്റ്റാൻഡേർഡ് സീറ്റുകൾ മുതൽ അത്താഴം ഉൾപ്പെടുന്ന VIP പാക്കേജുകൾ വരെ ടിക്കറ്റുകളിൽ ഉൾപ്പെടുന്നു. ക്ഷേത്രം 5:30 അടയ്ക്കുന്നതിനാൽ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ നിന്ന് പൂർണ്ണ സൂര്യാസ്തമയം കാണാൻ കഴിയില്ലെങ്കിലും ഗോൾഡൻ ഹവർ ലൈറ്റിംഗ് മനോഹരമായ ഫോട്ടോഗ്രാഫി അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഏറ്റവും മികച്ച സൂര്യാസ്തമയ കാഴ്ചകൾക്കായി നിരവധി സന്ദർശകർ സമീപത്തുള്ള രതുബോക്കോ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പ്രംബാനൻ അകലെ ദൃശ്യമാകുന്ന മനോഹരമായ സൂര്യാസ്തമയ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള സന്ദർശകർക്ക് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഹിന്ദു സംസ്കാരവും വാസ്തുവിദ്യയും എങ്ങനെ വികസിച്ചു എന്നതിൻ്റെ ആകർഷകമായ ഒരു കാഴ്ച പ്രംബാനൻ നൽകുന്നു. ത്രിമൂർത്തികൾക്കുള്ള ക്ഷേത്രത്തിന്റെ സമർപ്പണം, വിശദമായ രാമായണ കൊത്തുപണികൾ, ഗണേശൻ, ദുർഗ, അഗസ്ത്യൻ തുടങ്ങിയ പരിചിത ദേവതകളുടെ സാന്നിധ്യം എന്നിവ ഇന്തോനേഷ്യൻ ഹിന്ദു പാരമ്പര്യങ്ങൾക്കിടയിൽ ഒരു ബന്ധം സൃഷ്ടിക്കുന്നു.
വാസ്തുവിദ്യാ ശൈലി വ്യത്യസ്തമായി ജാവനീസ് ആണെങ്കിലും ദക്ഷിണേന്ത്യൻ സന്ദർശകർക്ക് പരിചിതമായ നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിലുയർന്ന ഗോപുരങ്ങൾ, സങ്കീർണമായ കൊത്തുപണികൾ, ക്ഷേത്ര രൂപകൽപ്പനയിൽ ഉൾച്ചേർത്ത പ്രപഞ്ച പ്രതീകാത്മകത എന്നിവ ഉൾപ്പെടുന്നു. പ്രംബാനൻ ക്ഷേത്രം സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു മനോഹരമായ പാലമായി നിലകൊള്ളുന്നു. ഹിന്ദു തത്വചിന്തയും കലാസൃഷ്ടിയും കടലുകൾ കടന്ന് ജാവയുടെ ഫലഭൂഷ്ടമായ ദേശങ്ങളിൽ എങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു എന്ന് കാണിക്കുന്നു. ഹിന്ദു നാഗരികതയുടെ ആഗോള വ്യാപ്തി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് കാലത്തിലൂടെയും വിശ്വാസത്തിലൂടെയും അവിസ്മരണീയമായ ഒരു യാത്ര പ്രംബാനൻ വാഗ്ദാനം ചെയ്യുന്നു.